പോസ്റ്റും പൊളിച്ചു. എന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി റോഡ് പൊളിച്ചു. ക്രിയേറ്റീവ്. പോസ്റ്റ് പൊളിച്ചു. ഓക്കെ. അപ്പൊ ഇത് വടിവാളിന് വെട്ടത് കമ്പി പൊടിക്ക് അടിച്ചതൊന്നും അല്ലല്ലോ ഈ പാട്. കോഴിപ്പൂവൻ കൊത്തിയതല്ലേ? വെറും പൂവനല്ല, ഗിരിരാജൻ കോഴി. എന്റെ ദേവരാജ, അതൊന്ന് തിരിച്ചു കാണിച്ചേ. അയ്യോ, അത് പൊളിച്ചു. ഞങ്ങളുടെ ജീവിതം അങ്ങ് പുഷ്പിച്ച് വന്നപ്പോ അവളെ ഈശ്വരൻ കൊണ്ടുപോയി ബ്രോ. നല്ലവരെയൊക്കെ ഈശ്വരൻ അങ്ങ് മേലോട്ട് കൂടി. മേലെ ഇരിക്കുന്ന ഈശ്വരനല്ല, കറവക്കാർ അണ്ണാച്ചി ഈശ്വരൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ഷോ ആയ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സ്. അങ്ങനെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വൈബ്സ് തരുന്ന നമ്മുടെ സ്വന്തം മാസ്റ്റേഴ്സിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദി ഷോ മാസ്റ്റേഴ്സ്. ഇന്നത്തെ ടാസ്ക് ഡയറക്റ്റ് ആയിട്ട് ഞാനങ്ങ് പറയാൻ പോവാണ്. നമ്മൾ ഒരുപാട് ടാസ്കുകൾ ചെയ്തു. പാട്ട്, പിന്നെ ദംഷരാജ് ഇവിടെ വീഡിയോ വേൾഡിലുള്ളത് കാണിച്ചു, ക്ലാസ് റൂം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു അല്ലേ. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ കൊണ്ട് അമ്മാനെ മടിയല്ലോ. നന്നായിരിക്കും. എസ്പെഷ്യലി പക്രുചേട്ടനൊക്കെ ഈസി ആയിട്ട് പറയാൻ പറ്റും. കാരണം കഥാപ്രസംഗം എന്തായിരുന്നു ഐറ്റം? കഥാപ്രസംഗം. അപ്പൊ ഈ കഥാപ്രസംഗം ഒക്കെ പറയുന്ന പക്രുചേട്ടന് തീർച്ചയായും ഇത് എന്തായാലും ചെയ്യാൻ പറ്റും. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു വാക്ക് തരും. ആ വാക്കുകൊണ്ട് നിങ്ങളൊരു സെന്റൻസ് ഉണ്ടാക്കാം. ആ സെയിം വാക്കുകൊണ്ട് രണ്ട് രീതിയിലായിരിക്കണം സെന്റൻസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, തേച്ചു എന്നുള്ളൊരു വാക്ക് ഞാൻ പറയുകയാണെങ്കിൽ, ടിനി ടോം എന്നെ തേച്ചു. ഒന്ന് കിട്ടിയേ? കറക്റ്റ് അല്ല. രണ്ടാമത്തേത്, ഞാൻ എൻ്റെ ഉടുപ്പ് തേച്ചു. മനസ്സിലായില്ലേ? തേച്ചു എന്നുള്ളൊരു വാക്കുണ്ട്, പക്ഷെ രണ്ട് പ്രയോഗത്തിലാണ് വന്നിരിക്കുന്നത്, രണ്ട് ഡിഫറെന്റ് സെന്റൻസിൽ. എന്ന് പറയുന്ന പോലെ വാക്കും നിങ്ങൾ കണ്ടുപിടിക്കണം, ആ ഒരു സെന്റൻസും നിങ്ങൾ കണ്ടുപിടിക്കണം. രണ്ടർത്ഥത്തിലും മാക്സിമം കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ടിനി ചേട്ടാ ഏതെങ്കിലും ഒരു വാക്ക് ആലോചിക്കുക. ആ വാക്കുകൊണ്ട് രണ്ട് സെന്റൻസ്. ഇടിവെട്ട്. അലീന ഇടിവെട്ടാണ്. സൂപ്പർ. ഇന്നലെ രാത്രി മഴയുടെ ഇടയിൽ ഇടിവെട്ടുണ്ടായി. ഐ ലൈക്ക് ഇറ്റ്. അത് മൂന്നാമത്തെ കൂടി കോമഡി മാസ്റ്റേഴ്സ് ഇടിവെട്ടാണ്. ഇടിവെട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ടിനി ചേട്ടാ. ഒരു വാക്കുകൂടി ഇപ്പൊ പറയുന്നോ, അത് അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഒരെണ്ണം കൂടി പറയാം. ഓ, പവർ. ഡാർക്ക്. ഇന്നലെ ഡാർക്ക് എങ്ങനെ പറയും? ഒന്ന് ഡാർക്ക് സീനായിട്ട് കൊച്ചിക്കാരുടെ ഒരു സ്ലാങ്. ഡാർക്ക് സീനായിരുന്നു. ഇന്നലെ ഡാർക്ക് സീനായിരുന്നു. ഞാൻ ഇട്ടേക്കണ നല്ല ഡാർക്ക് ബ്ലാക്ക് അല്ലേ? ഓക്കെ, ഭീകര. സൂപ്പർ കേട്ടോ. ഞാനും ഭീകര എന്ന് പറഞ്ഞ രണ്ടർത്ഥത്തില്ല. ഒന്ന് ഭീകര എന്നുള്ളതും പിന്നെ ഭീകര ഭീകര. മനസ്സിലായില്ലേ? ശരി, ഇനി അടുത്ത നിൽക്കാം. ശരി, എനിക്ക് രണ്ട് വേർഡ് അല്ലേ? രണ്ട് വേർഡ് ബാക്ക് ടു ബാക്ക് പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പോയിട്ട് ഞാനൊരു പണി, ഈ രണ്ട് വേർഡ് ഒരുമിച്ച് പറയാം. രണ്ട് വാക്കും കൂടി ഈ പറയുന്ന സെന്റൻസിലാക്കി പറയും. എന്നിട്ട് രണ്ട് തരത്തിൽ പറയാം. അതേതാ രണ്ട് വാക്ക്? പോസ്റ്റും പൊളിച്ചു. ഓക്കെ. ശരി, എന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി റോഡ് പൊളിച്ചു. ക്രിയേറ്റീവ്. പോസ്റ്റ് പൊളിച്ചു. ഓക്കെ. റോഡ് പൊളിച്ചു. അങ്ങനെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് അത് കണ്ടപ്പോ നാട്ടുകാരെല്ലാവരും പറഞ്ഞു, പോസ്റ്റ് വന്നപ്പോ ഇത് പൊളിച്ചു എന്ന് നാട്ടുകാർ പറഞ്ഞു. പക്ഷേ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാശ് മേടിക്കാൻ ചെന്ന കോൺട്രാക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം സർക്കാർ ഓഫീസിൽ ഒരു 5-8 കൊല്ലം പോസ്റ്റായി. അത് പാട്ടും മൊത്തം എഴുതി കഥയാണ്. അടിപൊളി. ഇത് അർത്ഥം വാക്യത്തിൽ പ്രയോഗിക്കുക മാത്രമല്ല, നാനാർത്ഥം അതുപോലെ ചേരുമ്പടി ചേർക്കുക, ഒറ്റവാക്യ അല്ല, എന്താ ഒരു ഒന്നരപ്പുറത്തിലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. സത്യം. സൂപ്പർ. ഓക്കെ, ഇനി അടുത്തത് പക്രുചേട്ടാ. പണി കിട്ടി. അത് വാക്കാണോ? ഓക്കെ, ശരി. ഞാൻ വിചാരിച്ചു പണി കിട്ടി എന്ന് പറഞ്ഞാന്ന്. ഇന്നലെ രാത്രിയിൽ കറണ്ട് ഇല്ലാത്തതിനാൽ എനിക്ക് പണി കിട്ടി. ഓക്കെ. പിറ്റേന്ന് രാവിലെ ഞാൻ ഒരു കത്ത് വന്നപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ എനിക്ക് KCBയിൽ പണി കിട്ടി. ഓക്കെ, സൂപ്പർ. മനസ്സിലായി. ഒന്ന് പണി കിട്ടി എന്നുള്ളതും മറ്റേത് ജോലി കിട്ടി എന്നുള്ളതിന്റെ പണി കിട്ടി എന്നുള്ളത്. അടിപൊളി. പക്രുചേട്ടൻ ഒന്നും കൂടെ ഉണ്ട്. ന്യൂജൻ ഒരു വേർഡാണ്. ഓക്കെ, എന്നതാ? സീൻ. ഇന്നലത്തെ നമ്മുടെ പാപ്പൻ സിനിമയിലെ സുരേഷ് ചേട്ടന്റെ സീൻ അടിപൊളിയായിരുന്നു. അതെ. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നു ഭയങ്കര ഇടിവെട്ടും മഴയും വണ്ടിയും കിട്ടാതെ ഞാൻ ആകെ സീനായി പോയിടോ. പക്ഷെ പക്രുചേട്ടൻ ഇതില് എല്ലാവരുടെയും വാക്ക് ഉപയോഗിച്ചു. ഇടിവെട്ട് ഉപയോഗിച്ചു, പോസ്റ്റ് ഉപയോഗിച്ചു, സീൻ ഉപയോഗിച്ചു. യു ആർ ഗ്രേറ്റ്. തേപ്പും കൂടി കിട്ടിയാൽ ഓക്കെ. ഒരു തേപ്പും കൂടി കിട്ടുന്നു.
ശരിക്കും ഡബിൾ മീനിങ് എന്നുള്ളത് വലിയൊരു സംഭവമല്ലേ? പറഞ്ഞു. മീനിങ് എന്ന് പറയുന്ന ഇതൊന്നും അല്ല. ഡബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ഡബിൾ ആയിട്ട് എന്ത് വന്നാലും ഒരു മീനിങ് ആണ്. ആദർശിക്ക് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ ദ്വയാർത്ഥ പ്രകടനം. അതാ ദ്വയാർത്ഥം. ഇതൊക്കെ പറയാൻ എന്താന്ന് പറഞ്ഞാൽ ഡബിൾ മീനിങ് ആയിട്ട് ഞാൻ വേറൊരു കാര്യം പറയാൻ പോണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വിചാരിക്കുക? 2 ബ്രേക്ക് ഉണ്ട്. ഒന്ന് ഒടിഞ്ഞു പോയി, പിന്നെ ഒരെണ്ണം നമുക്ക് ഒരു ഷോർട്ട് ബ്രേക്ക്. ഷോർട്ട് ബ്രേക്ക്. ഞാൻ ആ രണ്ടാമത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഷോർട്ട് ബ്രേക്ക്. വരുമല്ലോ രാവിൽ പ്രിയതമൻ സഖി വരുമല്ലോ രാവിൽ പ്രിയതമൻ. രമേശ് ചേട്ടനെ ഒന്ന് വിളിക്കട്ടെ, പിണക്കമായിരിക്കും. ഹലോ ഹലോ രമേശ് ചേട്ടാ. എന്റെ ചന്ദ്രിക, നീ എന്നെ പണിയടി കാണിച്ചേ. രമേശ് ചേട്ടാ പിണങ്ങല്ലേ രമേശ് ചേട്ടാ? ഞാൻ പിണങ്ങും. ഞാൻ ഷാപ്പിലെ പൂച്ച നിൽക്കണ എത്ര മണിക്കൂർ ഷാപ്പ് ബീവറേജിന്റെ ഫ്രണ്ടിൽ നിന്ന് നിനക്കറിയാവോ? രമേശ് ചേട്ടാ ഇന്ന് 1-ാം തീയതി ആണെന്നുള്ള കാര്യം ഞാനങ്ങ് വിട്ടുപോയി രമേശ് ചേട്ടാ. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറയത്തില്ലായിരുന്നു ഇന്ന് എനിക്ക് വരാൻ പറ്റില്ലാന്ന്. ഞാൻ എന്റെ പണി കളഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അതറിയാമോ, നിന്നെ കാണാൻ വേണ്ടി മാത്രം. അത്രയ്ക്ക് സ്നേഹം എനിക്ക് നിന്നോട്. രമേശ് ചേട്ടാ സോറി പിണങ്ങല്ലേ രമേശ് ചേട്ടാ? ഞാൻ പിണങ്ങും. രമേശ് ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടേ? എനിക്ക് നിന്നെ കാണണം. കാണണോ? എനിക്ക് കണ്ടില്ല, എനിക്ക് ഉറക്കം വരില്ല, അതുകൊണ്ടാ. കാണാനിപ്പോ എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പൊ വരും. അയ്യോ അതിന് രമേശ് ചേട്ടന് വഴി അറിയാവോ? നീ വഴി പറഞ്ഞു തട്ടെ. വഴി ടാറിട്ട റോഡാണ്, റോഡിനരികാണ്, വീടിനടയാളം കോഴിക്കോട്. പച്ചരി ചോറുണ്ട്, പച്ചമീൻ ചാറുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നാലെങ്ങനെ ഉണ്ടാകും? രമേശ് ചേട്ടൻ ഞാൻ പാട്ടൊന്നും പാടിയതല്ല. വീടിനടയാളം ഇവിടെ ഒരു ഫ്രണ്ടിൽ ഒരു കോഴിക്കോടുണ്ട്. കോഴിക്കോട് നോക്കി ഇങ്ങനെ വന്നാ മതി. വീടിന്റെ ഫ്രണ്ടില് കോഴിക്കോടുണ്ട്. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. എന്റെ പരാതി തീരില്ല. എനിക്ക് തന്നെ കാണുന്ന കാണും. ഞാൻ വന്നിരിക്കും. അപ്പൊ കോഴിക്കോട് കേട്ടോ. കോഴിക്കോട് 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 കോഴിക്കോടല്ല കോഴിക്കോട്. നീ ഫോൺ വിളിച്ചപ്പോ നീ കോഴിക്കോട് പറഞ്ഞു കൊടുത്ത? അല്ലല്ല, എനിക്ക് മനസ്സിലായി. കോഴിക്കോട്. അപ്പൊ കള്ളം കപ്പലിൽ തന്നെ. എടി ഇവിടെ ആകപ്പാട് 3 കോഴികളിനെ അതിനെ കൂടെ മോഷിച്ചോണ്ട് വന്ന് കള്ളന്മാർക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കണല്ലേ? കോഴിക്കോട് നീ അടയാളം പറഞ്ഞു കൊടുത്തില്ലേ? അയ്യോ അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ച അച്ഛാ. ഇല്ല അച്ഛൻ ഞാൻ ഒരിക്കലും കോഴിക്കോട് ആർക്കും പറഞ്ഞു കൊടുത്തല്ല. നീ കോഴിക്കോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കള്ളനെ വിളിച്ചതാണ്. സത്യം എനിക്കറിയാം. ഞാൻ കള്ളനെ വിളിച്ചതല്ല. നീ കള്ളനെ വിളിച്ചതാണ്. ഞാൻ കള്ളനെ വിളിച്ചതല്ല. പിന്നെ നീ ആരെയടി വിളിച്ചത്? ഞാൻ എന്റെ കാമുകനെ അച്ഛാ വിളിച്ചത്. അയ്യോ എന്നാ നീ ഇപ്പൊ പറഞ്ഞേ? ഞാനിപ്പോ എന്താ അച്ഛാ പറഞ്ഞേ? നീ നിന്റെ കാമുകനെ വിളിച്ചതാണ്. ഞാനങ്ങനെ പറഞ്ഞു അച്ഛാ. നിന്റെ മോളെ നിനക്കറിയാലോ നിന്നെ ഞാൻ എങ്ങനെയാ വളർത്തിയെന്ന്. അമ്മയില്ലാത്ത നിന്നെ പാലും പഞ്ചസാരയും ആവശ്യത്തിന് വാരിക്കോരുത്തുന്ന നിന്നെ ഇത്ര പഠിപ്പിച്ച് വലുതാക്കി ഇവരേൽ ബില്ലെഴുതുന്ന ഒരു ജോലിയും മേടിച്ചു തന്നിട്ട് എനിക്ക് ഓസിന് വന്ന് ക്യൂ നിൽക്കാതെ പൈന്റ് മേടിക്കാൻ വേണ്ടി മാത്രമല്ല, എന്റെ മോളെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കെട്ടിച്ചു കൊടുക്കണം. നീ അതാണ് തെറ്റിച്ചത്. അച്ഛനെന്തറിയാ? അച്ഛനറിയാതെ എന്റെ ഉള്ളിലൊരു കാമുകം വളർന്നു പോയതാ അച്ഛാ. ആ കാമുകൻ അങ്ങനെ വളർന്നു കൊടുക്കരുത്. അത് എന്നോട് ചോദിക്കണം. അയ്യോ അച്ഛനോട് ചോദിച്ചിട്ട് എങ്ങനെ അച്ഛൻ ഞാൻ പ്രേമിക്കുന്നേ? പിന്നെ നീ ആരോട് ചോദിച്ചിട്ടാണ് പ്രേമിക്കണത്? എനിക്കറിയത്തില്ലേ. ഇത്രയും നാളും വളർത്തി വലുതാക്കിയ ഞാനാണ്. അപ്പൊ എന്നോട് നീ ചോദിക്കട്ടെ? അച്ഛ എന്നോട് ക്ഷമിക്കച്ചാ. എനിക്ക് പക്ഷെ രമേശേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അച്ഛാ. ഞാൻ സഹിക്കല. എന്റെ കുരുക്കളെ, എന്തോ ഈ രാത്രി പ്രശ്നം? വല്ല കല്യാണക്കാരിയാണോ? എന്താ മാമ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? എന്നെ കണ്ടിട്ട് മാമന് കല്യാണപ്രായമായെന്ന് തോന്നുന്നുണ്ടോ? എന്റെ മാമന് വിശ്വാസം ഇല്ലാത്ത പോലെ. എനിക്ക് 22 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 22 വർഷം കൂടി ഞാൻ കേൾക്കുകയാണല്ലോ ഈ കാര്യം. കണ്ടോ, തൊട്ടപ്പുറത്തെ വീട്ടിലെ മാമന് വരെ എന്നെ വിശ്വാസം, എന്നിട്ട് എന്റെ അച്ഛൻ എന്നെ വിശ്വാസമില്ല. വിശ്വാസമില്ലാത്ത അച്ഛന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ അകത്ത് കയറി പോവാ. നിനക്കിട്ടുള്ളത് ഞാൻ വച്ചിട്ടുണ്ട്. എന്താ കുരുക്കളെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനത് പരിഹരിച്ചോളാം. ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രശ്നം അതല്ല. എന്താ പ്രശ്നം? എടാ ഇവിടെ ബ്ലോക്കിൽ നിന്ന് നമുക്കൊരു 6 കോഴി എത്തും. അതിൽ 3 കോഴിയും കൊണ്ട് കള്ളന്മാര് പോയി. ഇനി ബാക്കി കിടക്കുന്ന കോഴിയും കൂടെ കള്ളന്മാര് കൊണ്ടുപോകാൻ വരും. ഈ കളരി കുരുക്കളെ ഞാൻ നോക്കി നിൽക്കാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യണ്ടേ? വേണം. അല്ല ഒരു കാര്യം ചെയ്യാ, അതാ ഗുരുക്കളാണല്ലോ. അതെ. നീ ഏതെങ്കിലും കള്ളന്മാര് വരികയാണെങ്കിൽ അവരെ ചൂണ്ടുപറമ്പ കൊണ്ട് പ്രയോഗിക്കണം. അവൻ അവിടെ നിൽക്കും. ചൂണ്ടുപറമ്പത്തിന്റെ കാര്യമൊന്നും ഇല്ലടാ. ഞാനൊരു നോട്ടം നോക്കിയാൽ അവൻ അവിടെ നിൽക്കും. മനസ്സിലായോ? എന്നാ പിന്നെ നോക്കിയാ പോരെ. ഇപ്പൊ പണ്ടത്തെ പോലെ പറ്റില്ലല്ലോ. ഈ തിമിരൊക്കെ വന്നേ പിന്നെ നമുക്ക് ഈ ചെറിയൊരു മൂടലുണ്ടേ, അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റത്തില്ല. ഞാൻ വേറെ ഒരു ബുദ്ധി കണ്ടുവച്ചിട്ടുണ്ട്. എന്താ ബുദ്ധി കണ്ടുവച്ച്? ഈ കോഴിക്കൂടി ഒന്ന് കള്ളം കോഴിനെ എടുക്കണമല്ലോ, ഇതിന്റെ ഡോറൊന്ന് തുറക്കണമല്ലോ. അതെ അതെ. നീ ഒന്ന് നോക്കിക്കേടാ മോനെ. ഒന്ന് നോക്കിക്കേ. ഇവിടെ കോഴിക്കോട് തൊട്ടേ വല്ല പ്രശ്നമുണ്ടോ? തൊട്ട് ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? കറണ്ട് കൊടുത്തിട്ടിരിക്കണേ. ഇനി കള്ളം വന്നിട്ട് ഇവിടുന്ന് കോഴീനെ എടുത്തോണ്ട് പോണ എനിക്കൊന്ന് കാണണം. അത് കൊള്ളാം, ബുദ്ധി കൊള്ളാം.
എനിക്ക് ഇവിടെ ഇച്ചിരി പരിപാടിയുണ്ട്. ഈ കള്ളനെ പിടിക്കുക എന്നുള്ളതാണല്ലോ. അതെ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചതിന്റെ കാര്യമില്ലല്ലോ. നടക്കട്ടെ. ആരാണ് വന്നോ എനിക്കൊന്ന് കാണണമല്ലോ. അവള് പറഞ്ഞതനുസരിച്ചേ അവളുടെ വീടിന്റെ മുമ്പില് ഒരു കോഴിക്കൂടുണ്ട് എന്ന് അവൾ അളയണം പറഞ്ഞു. ഈ വീട്ടിൽ കോഴിക്കൂടുണ്ടല്ലോ. അപ്പൊ ഇത് തന്നെ വീട്. ദൈവമേ, കോഴിക്കൂട് നേരാണല്ല. നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചത്? അതൊക്കെ ഞാൻ ഏതിരിട്ടത്തും കണ്ടുപിടിക്കും. അപ്പൊ കോഴിക്കൂട് കോഴിമോഷണമൊക്കെ പരിപാടി ഉണ്ടല്ലേ? കോഴിമോഷണം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ നാണം കിടത്തല്ലേ. കൂട് വിട്ട് കൂട് മാറ്റാം. ഈ കൂട്ടി കിടക്കുന്ന കോഴിയെ ഞാൻ എന്റെ വീട്ടിലെ കൂട്ടിലേക്ക് ആവുന്നു. അത്രേ ഉള്ളൂ, നിസ്സാര പരിപാടി. അപ്പൊ ഇത് വടിവാളിന് വെട്ടിയത് കമ്പി പിടിക്ക് അടിച്ചതൊന്നും അല്ലല്ലോ ഈ പാട്. കോഴിപ്പൂവൻ കൊത്തിയതല്ലേ? വെറും പൂവനല്ല, ഗിരിരാജൻ കോഴി. എന്റെ ദേവരാജ, നിന്നെ കൊണ്ടുവരുന്ന വന്നതിന്റെ ഉദ്ദേശം എന്നറിയാമോ? എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ അതായത് എന്റെ കാമുകിയുടെ അച്ഛൻ പുള്ളി കളരിയാ. പുള്ളി നോക്കും മർമ്മ ചൂണ്ടും മർമ്മ പൂഴിക്കിടക്കാൻ ഈ വക എല്ലാ അഭ്യാസം തികഞ്ഞ ഒരു വ്യക്തിയാണ്. എന്ത് മർമ്മം ഉണ്ടായാലും എന്റെ ശവത്തി ചവിട്ടിയിട്ട് നിന്റെ മേത്ത് ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കും. എനിക്കത് മതി. ഞാനുണ്ടോ? അതുകൊണ്ട് ശ്രദ്ധിച്ചു, ഏത് നിമിഷം അറ്റാക്ക് വരും. അറ്റാക്ക് വരാൻ നീ മരുന്നെടുത്തിട്ടില്ലേ? ഞാൻ അതല്ല പറഞ്ഞത്. ഈ പുള്ളി കളരിയാണല്ലോ. ഏത് നിമിഷം എവിടുന്ന് വേണമെങ്കിലും അറ്റാക്ക്, അത് ആക്രമണം ഉണ്ടാവുമെന്ന്. അയാളുടെ ആക്രമണം. അവള് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവളിലേക്ക് മൊത്തം ശ്രദ്ധ പോകും, പുറമേക്ക് ശ്രദ്ധ പോകൂല. നീ അയാളുടെ കേസ് വിട്. എന്റെ ശവത്തി ചവിട്ടിട്ട് നിന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീടുള്ളൂ. അത് മതി അളി, അതെനിക്ക് മതി. അത് മതി. അത്രേ ഉള്ളൂ. ഞാൻ അവളെ വിളിക്കട്ടെ? വിളിച്ചോ. അടയാള കോഴി കറക്റ്റാ. വിളിച്ചു നോക്ക്. ചന്ദ്രിക, പേര് വിളിച്ച് കളിക്കാതെ കാര്യത്തിൽ കിടക്കടാ. ഒറ്റ ഇടിയാൻ പറ്റൂട്ടോ. ഞാൻ പറഞ്ഞൊന്ന് ട്രാക്കാക്കി എടുക്കട്ടാ. പെണ്ണ് തന്നെയല്ലേ? പെണ്ണ് തന്നെ. നീ കാര്യത്തിൽ കിടക്ക്. കോഴി ഇതാണെങ്കിൽ പെണ്ണ് ഇതായിരിക്കും. ഓക്കെ, ഇതാരെ ഈ തെങ്ങ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ? ചന്ദ്രിക, എന്റെ ചന്ദ്രിക, ഞാൻ കാണാൻ എത്ര കാത്തിരുന്നു എന്നറിയാമോ ചന്ദ്രിക? അതല്ലേ ചന്ദ്രിക, എന്റെ കണ്ണിലേക്ക് നോക്കി പ്രേമത്തിന്റെ തീനാളങ്ങൾ കത്തുന്നതായിട്ട് ചന്ദ്രയ്ക്ക് തോന്നുന്നില്ല ചന്ദ്രയെ? നോക്കട്ടെ രമേശ് ചേട്ടാ, കണ്ണിനകത്ത് നല്ല മഞ്ഞ നിറം കേട്ടോ. നാളെ തന്നെ മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യണേ. ചേട്ടന് മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാര്യം ചെയ്താലോ? ഈ ചിരട്ടക്കകത്ത് മൂത്രം ഒഴിച്ചിട്ട് അതിനകത്ത് രണ്ടൊന്ന് ചോറും പറ്റും കിട്ടിട്ട് കമത്തി പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ എന്റെ വീടിന്റെ അടുത്തൊരു കെന്നഡി ഉണ്ട്, പച്ചമരുന്ന് കൊടുക്കുന്ന ആളാ. സൂപ്പർ അയാള്. പച്ചമരുന്ന് വിൽക്കാനാണോ ഇവിടെ വന്നേക്കുന്നത്? എന്നോട് ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ ട്രാക്കാക്കി എടുക്കണ്ടേ? ഇടയ്ക്ക് കയറി നീ എന്തിനാ ബഹളം അച്ഛനുണരോ? ചന്ദ്രയ്ക്ക് അറിയാമോ എന്താ? എനിക്ക് ചന്ദ്രയുടെ കാര്യം ഓർത്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ചന്ദ്രയെ. രമേശ് ചേട്ടാ, കണ്ണടച്ചു കഴിഞ്ഞാൽ നീ എന്റെ നെഞ്ചത്ത് വന്ന് നൃത്തം ചെയ്യുക. അങ്ങനത്തെ വർത്താനം പറയരുത് രമേശ് ചേട്ടാ. അതെന്നാ? എനിക്കന്ന് നൃത്തം ചെയ്യാൻ അറിയത്തില്ല. ഞാൻ ഒരിക്കലും രമേശന്റെ നെഞ്ചത്ത് വന്ന് നൃത്തം ചെയ്യത്തില്ല. അതുമല്ല, എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാവരോടും നമുക്ക് ബഹുമാനം വേണമെന്നാ. ഞാൻ ഒരിക്കലും നെഞ്ചത്ത് കയറിയിട്ട് നൃത്തം ചെയ്യത്തില്ല രമേശ് ചേട്ടാ. ഞാനൊരു ഉപമ പോലും പറഞ്ഞാൽ അതും സംഭവം. രമേശ് ചേട്ടാ, എന്താ കയ്യില്? ഇത് ഒരു കാമുകയ്ക്ക് ഒരു കാമുകൻ കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനം. എനിക്കറിയാം എന്താന്ന്. കയ്യിലിങ്ങി ഇട്ടതാ. എന്ത് വള? വളയാണ്? ഞാൻ അത്രക്ക് ചീപ്പാണ്. വളയല്ലേ? വളയല്ല, അതിക്ക് മേലെ. എന്നാ പിന്നെ മാലയായിരിക്കും. എന്നെ ഇങ്ങനെ കൊച്ചാക്കി കാണല്ലേ? എന്നാ പിന്നെ കമ്മലല്ലേ? എനിക്ക് നാണക്കേട് വരുന്നു ഇത്ര മ്ലേച്ഛമായ വർത്താനമൊക്കെ ആണ്. ഞാനൊരു കാമുകൾക്ക് കൊണ്ടു കൊടുക്കാനുള്ള ഒരു വലിയ സമ്മാനമാണോ കമ്മല്? രമേശ, അറിഞ്ഞാലാണെങ്കിൽ അരെ കെട്ടിക്കൊടുക്കണം. ഞാൻ കണ്ടോളാം. ഞാൻ ദേഷ്യം പറ്റോട്ടെ. ഞാൻ എന്റെ അറിഞ്ഞാണോ? അറിഞ്ഞാണോന്നുമല്ല. അറിഞ്ഞാണോ എന്ത്? ഇത് അതിനു മേലെ എന്താന്ന് പറ. എനിക്ക് ഭയങ്കര അറിയാനുള്ള. ഇത് പരിപ്പുവട. കഴിച്ച പാളയംകുടം പഴം കൂട്ടി കഴിച്ചാണ്ടല്ലോ വായിക്കട പരിപ്പോട ഓടി നടക്കും. എടാ, പരിപ്പോടൊക്കെ ഗ്യാസ് ആണ്ടാ. രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല. അല്ല, എന്നാലും ഇത് വെച്ചോ. എന്റെ ചന്ദ്രിക, എനിക്ക് കണ്ടിട്ടും മതിയാവുന്നില്ല ചന്ദ്രിക. എനിക്കും രമേശേട്ടാ. ചന്ദ്രിക, ഒരു കാര്യം ചെയ്യാമോ? എന്താ? ഒന്ന് ഇറങ്ങി പുറത്തേക്ക് വരാമോ? രമേശേട്ടാ, അത് ശരിയല്ല രമേശേട്ടാ. എന്താ മോളെ? എന്റെ അച്ഛൻ അറിഞ്ഞ അതൊരു വലിയ പ്രശ്നമാക്കും. അയ്യോ, നമ്മൾ നാളെ കല്യാണം കഴിക്കാൻ പോണവരല്ലേ? പുറത്തേക്കൊന്നും അല്ല രമേശേട്ടാ, കുടുംബത്തിൽ പിറന്നൊരു പെണ്ണല്ലേ ഞാൻ അങ്ങനെ വരത്തില്ല രമേശേട്ടാ. കുടുംബത്തിൽ പിറന്നാലും ഗവൺമെന്റ് ആശുപത്രി പിറന്നാലും പെണ്ണല്ലേ. ഞാൻ പറയുന്നത് ഒറ്റ പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. രമേശേട്ടാ, എന്നെ തെറ്റിദ്ധരിക്കരുത് രമേശേട്ടാ. എനിക്ക് വരാൻ പറ്റില്ല രമേശേട്ടാ.
വേണ്ട രമേശ് ചേട്ടാ, എനിക്ക് വരാൻ പറ്റില്ല. ചന്ദ്ര, please. രമേശ് ചേട്ടാ വേണ്ട, എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല രമേശ് ചന്ദ്ര, ചേട്ടാ. ഞാൻ പറയണത് ഇല്ല, കേൾക്ക്. എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. ഇല്ല ചന്ദ്ര. ഇല്ല രമേശ് ചേട്ടാ, ചന്ദ്രിക. എനിക്ക് ഇറങ്ങി വരാൻ ഞാൻ പറഞ്ഞത് പറ്റില്ല. കേൾക്ക്, ചന്ദ്രിക. ഇല്ല ഇല്ല ഞാൻ നിന്നെ രമേശ് ചേട്ടാ, കെട്ടാൻ പോണവനാ. ഇല്ല രമേശ് ചേട്ടാ, ഞാൻ ഞാൻ ആക്സസ് ഇറങ്ങി കൊടുക്കണം, വരില്ല. brother. ഇല്ല രമേശ് ചേട്ടാ, ചന്ദ്രികേ. രമേശ് ചേട്ടാ ഇല്ല, ഞാൻ പറഞ്ഞ കേൾക്കണം. എനിക്ക് പറ്റില്ല രമേശ് ചേട്ടാ. ചന്ദ്രൻ, ഞാൻ പറഞ്ഞ ഞാൻ കേൾക്കണം. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണല്ലേ രമേശ് ചേട്ടാ, ഞാൻ ഇറങ്ങി വരില്ല രമേശ് ചേട്ടാ. ഇല്ല രമേശ് ചേട്ടാ, എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല രമേശ് ചേട്ടാ. ചന്ദ്രിക അത്രയ്ക്ക് വിശ്വാസമല്ലേ എന്നെ? രമേശ് ചേട്ടന്റെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ? ഞാൻ അത് ശീലിച്ചു പോയി രമേശ് ചേട്ടാ. ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല രമേശ് ചേട്ടാ. എനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഇറങ്ങി വാ, ഞാൻ തൊട്ട് പോലും നോക്കൂല എന്ന് പറഞ്ഞു. ഇല്ല രമേശ് ചേട്ടാ, എനിക്ക് എന്തോ പറ്റില്ല രമേശ് ചേട്ടാ. ചന്ദ്രിക, വേണ്ട. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. ഇല്ല. ചന്ദ്രയ്ക്ക് ഇറങ്ങി വരാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല രമേശ് ചേട്ടാ, ചന്ദ്രിക, എനിക്ക് പറ്റില്ല. ദേ ചേട്ടാ പറയുന്ന കേട്ടോ, ഞാൻ ഇറങ്ങി വരണോന്ന്. എന്റെ കൊച്ചെ, ഞാൻ ഈ കാര്യത്തിൽ അവന്റെ കൂടെ നിൽക്കുള്ളൂ. അവൻ ഈ പാതിരാക്ക് ഇത്ര റിസ്ക് എടുത്തിട്ട് ഇവിടെ വരെ വന്നിട്ട് കൊച്ചൊന്ന് പുറത്തിറങ്ങിയാൽ എന്താ? അതല്ലേ ഏട്ടാ, ഇറങ്ങി വന്നു കഴിയുമ്പോ സ്വഭാവം മാറും ചേട്ടാ. അയ്യോ, അവൻ അങ്ങനത്തെ ടൈപ്പ് അല്ല, നല്ല ഡീസന്റ് പയ്യനവൻ. ആ രമേശ് ചേട്ടൻ ആ ടൈപ്പ് അല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനോ എന്റെ സ്വഭാവം അറിയാലോ. അങ്ങനെയാണ് പ്രശ്നം. കൂടി വന്ന അവനൊന്ന് കൈക്ക് പിടിക്കും, ചിലപ്പോ ഒരു ഉമ്മ തരും, ചിലപ്പോ ഒന്ന് കെട്ടിപ്പിടിച്ചു. നീ അങ്ങ് കൂടുതൽ അങ്ങ് ഇതാവണ്ട. അല്ല, ഞാൻ നിനക്ക് വേണ്ടി ഞാൻ നാളെ കല്യാണം കഴിക്കാൻ പോണ കൊച്ചാ. ആ കൊച്ചിന് ഇറങ്ങി വരാൻ പറ്റില്ലെങ്കിൽ അവളെ ഇറങ്ങി വരണ്ട. അത് നീയുടെ വരേണ്ട കാര്യമില്ല. എന്റെ ദൈവമേ, ഞാൻ നീ എന്താണ് ഇതിനകത്ത് നിൽക്കണത്? അച്ഛാ, നമ്മുടെ ഉമ്രപ്പടിക്ക് ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കി അച്ഛാ. ആരാടേ നീ? അച്ഛാ, ഞാനല്ലേ അച്ഛാ അച്ഛന്റെ മോള്. നിങ്ങളാ എന്റെ മോള്? ആ അപ്പൊ ഇവനാരാ? അതാരാ? ആരാ അത്? നീ ആരാ? ആരാ അത്? അപ്പൊ ഇവനാരാ? അച്ഛന്റെ തിമിരത്തിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് അച്ഛൻ ഇതുവരെ ചെയ്തോ? തിമിരത്തിന്റെ അല്ല. തിമിരത്തിന്റെ പ്രശ്നം. കോഴിക്കള്ളൻ. കോഴിക്കള്ളനല്ലടാ നീ? ആര്? നീ കോഴിക്കള്ളനല്ലേ? എടാ രമേശോയ്, ഇങ്ങോട്ടെടാ. എവിടെ വേറെ ആളുണ്ടാ? വേറെ ആളുണ്ടാ? അച്ഛാ, അച്ഛാ, ഇവിടെ വാടാ. അച്ഛാ, എന്തിനാ അച്ഛാ ബഹളം വെക്കുന്നത്? നീ മിണ്ടരുത്, നീ മിണ്ടരുത്. നീ വന്നോ, നീ കോഴിനെ കേൾക്കാൻ വന്നോ? അയ്യോ, ഞാൻ കൂടുതൽ കേൾക്കാൻ പറ്റില്ല. നിനക്ക് അറിയൂടെ ഞാനാണെന്ന് അറിയാമോ നിനക്ക്? നീ എന്നോടാ പറഞ്ഞു? എന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ വന്നപ്പോ തന്നെ എടാ, കളരിയാന്ന് പറഞ്ഞു. എന്റെ ശവത്തി ചവിട്ടിട്ടാ നിന്റെ മേത്തയാൾ ഒരു പിടി മണ്ണ് വാരിയിടുള്ളൂ. അയ്യോ, നിന്നെ ചവത്തി തട്ടിട്ട് എന്നെ തൊടുമ്പോഴത്തേക്ക് നിന്നെ തൊടാൻ വേണ്ടിട്ടുണ്ടാ മറ്റവനെ ഞാൻ നിന്നെ വിളിച്ചോടനെ. നീ 4 കണ്ണം സാമ്പാറും മടകൻ ഇടാത്ത ചായ. മറുകടകൻ പിന്നെ ഊഴിക്കടകൻ പിന്നെ ഊഴിക്കടകൻ പിന്നെ ഇങ്ങോട്ട് പോരെ. പിന്നെ അല്ല പിന്നെ കാണടാ ഗുണ്ട. ദേഷ്യം വരില്ല കോഴിക്കട. കോഴികളെ എന്നെ പറന്ന് മുകളിലേക്ക് പൊങ്ങാൻ പോവാണോ? ചിറകൊക്കെ താത്തി വെക്കും. ആരാ പറഞ്ഞത്? ആരാടാ വന്നത്? ആരുമില്ലല്ലോ. എന്നെ അടിച്ചാലേ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയാ. നീ ഞാൻ തടുക്കും ഞാൻ. എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്. പിന്നെ ഇങ്ങോട്ട് പോരെ. അതെ, 25,000 രൂപ കാണെങ്കിൽ ഞാൻ എടുത്തോളാം. അതിന്റെ മുകളിലേക്ക് എനിക്ക് മുതലാവൂല ഏട്ടാ. തരി തേക്കല്ലേ അത്. ഈ അണക്കെട്ട് കാണാൻ പോയതാണെന്നാ പറഞ്ഞു. അവിടെ നിർത്തി ചാടി ഒഴുക്കിൽപ്പെട്ടു പോയി ചത്താണെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ആ പറയുന്നത് ശരിയല്ല, ചെയ്തത് ശരിയല്ല. എന്ത് പറ്റി? ഹൈറേഞ്ചിൽ വന്ന നല്ല തേയില കിട്ടുമെന്നും പറഞ്ഞാണ് ഞാൻ അവിടെ വന്നത്. എന്നിട്ട് നിങ്ങൾ ആ സൈസ് വൃത്തിയോട് മായം ചേർന്ന തേയില അത് എന്നോട് തരാൻ പാടില്ല. എനിക്കാണെങ്കിൽ ഇന്ന് താഴ്ന്ന് മേടിച്ചാൽ പോരാ, എറണാകുളത്ത് മേടിച്ചാൽ പോരായിരുന്നു. അല്ല, അത് കുഴപ്പമില്ല, നമുക്ക് 18-ാം തീയതി കല്യാണത്തിന് പോവാം. ആ, പക്ഷെ 18 താലി കെട്ടണേക്ക് മുമ്പ് 1 കിലോ ഉണക്കക്കപ്പ ഞാൻ മേടിച്ചിട്ടുണ്ട്. ചെള്ളുള്ളതാണെങ്കിൽ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ നേരെ അവിടെ ഇട്ട് പൊരുതി. ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചൂരക്കറി പോരാ, ഇനി ഷാപ്പ് ഞാൻ വരത്തില്ല, ഉറപ്പ്. അങ്ങനെയാണ് ഡാമിലെ വെള്ളം പൊളിച്ചു വിട്ടേര്. ഇപ്പൊ മൊത്തത്തിൽ റിലേ പോയതാ. ഇപ്പൊ ഞാൻ ശരിയാക്കി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഡാമിലെ ശരിയാക്കി. വെള്ളം പൊളിച്ചു വിട്ട് നീയൊക്കെ കോഴിനെ കക്കാൻ വന്നല്ലേ? കോഴിനെ കക്കാൻ വന്നല്ലേ? അച്ഛാ, രമേശ, ഡിസ്കോ ഡാൻസ് കളിക്കാതെ നീ കാര്യം പറയണ രമേശ. അച്ഛാ, ഞാൻ പറയാം. അച്ഛാ, കോഴിയെ കക്കാൻ വന്നവരല്ല. പിന്നെ ആരാണിവർ? അച്ഛൻ്റെ അടുത്ത് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ എനിക്കൊരു കാമുകൻ ഉണ്ടെന്ന്. ദേ ഇതാ എന്റെ കാമുകൻ.
അല്ല ഒന്നും ചെയ്യരുത്. അന്തസ്സുണ്ടോ നിനക്ക്? അന്തസ്സുണ്ട്. ഉണ്ട്, വീട്ടിൽ ഇഷ്ടം പോലെ അന്തസ്സുണ്ട്. അതവിടെ ഇരിക്കട്ടെ, നിനക്ക് ഇവിടെ വരാൻ അന്തസ്സുണ്ടോ? എന്താ യോഗ്യത ഉണ്ടോ? നാണമുണ്ടോടാ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇവിടെ നിനക്ക് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഇവരോട് ഇഷ്ടമാണെങ്കിൽ നീ പകല് വരണമായിരുന്നു. ഞാൻ വരാതിരുന്ന എന്താ പറയുമ്പോ, എന്താ? രാത്രി 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ അന്തിക്കുരുടാണ്, കണ്ണ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പകല് വരാതിരുന്നത്, രാത്രി വന്നത്. കുഴപ്പമില്ല പോട്ടെ. നീ പറഞ്ഞത് സത്യമാണോ? 6 മണി കഴിഞ്ഞ് ഞങ്ങൾക്ക് കണ്ടുകൊണ്ടൂടെ? ഇല്ല, 6 മണി കഴിഞ്ഞപ്പോൾ കണ്ണ് കണ്ടുകൂടാ. എന്നിട്ടാണ് നീ എന്നത്തെ 6 മണിക്ക് എന്റെ അച്ഛനെ തൊട്ടു നിന്റെ അച്ഛൻ മോളെ. നീ എന്റെ മോളെ കാണാൻ വന്നിട്ട് നീ ഒരു ഗുണ്ടാനെ കൊണ്ട് നിന്നെ തല്ലിയതിന്റെ പേരിൽ നിനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു. എന്ത് പണിയാണോ നീ കാണിച്ചേ? ഇല്ല, നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താണാവോ? വൈകുന്നേരം 6 മണി കഴിഞ്ഞ് അന്തിക്കൂടാണെന്ന് അവള് പറഞ്ഞു. അപ്പൊ 6 മണി കഴിഞ്ഞ് ഈ കണ്ണട വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണാവുന്ന കാര്യം അവള് പറഞ്ഞില്ലല്ലേ? ഇല്ല, പറഞ്ഞില്ല. അടി ഇടത് മാറി വലത് മാറി ഇങ്ങനെ മാറിയിരിക്കണം, ഇങ്ങനെ മാറിയിരിക്കണം. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് താര വിളയാട്ടം. മാസ്റ്റേഴ്സ്, താര വിളയാട്ടം കണ്ടാലോ? മാജിക് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. പെർഫോമൻസിനായി എത്തുന്നു മജീഷ്യൻ മായ മണികണ്ഠൻ. ഹലോ മജീഷ്യൻ. ഹായ്. ഹായ്, ക്യൂട്ട് മജീഷ്യൻ. എവിടുന്നാ വരുന്നേ? ഞാന് ട്രിവാൻഡ്രം തന്നെയാണ്. പോത്തൻകോട് മാജിക് ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോ റെഡിയാണോ? ഞങ്ങള് റെഡിയാണ്. ഞങ്ങൾ എന്തിനും റെഡിയാണ്. ആരെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ റെഡിയാണ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഒരു പ്രോപ്പർട്ടി വേണം. ശരി, പ്രോപ്പർട്ടി വരട്ടെ. യെസ്, അപ്പൊ മജീഷ്യൻ പ്രോപ്പർട്ടീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആരെങ്കിലും പ്രോപ്പർട്ടി വേണ്ടി വരുമോ? വേണ്ട, ഇപ്പോ എലീനയുടെ സഹായം മതി. ഞാൻ പോവാണ്, വാനിഷ് ആവാൻ പോവുകയാണ്. റെഡി. ഇപ്പോ ഇവിടെ വന്നപ്പോൾ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കയ്യിൽ ജസ്റ്റ് ഒരു മാലയുണ്ട്. വളരെ വ്യക്തമായിട്ട് കാണാം അല്ലേ? വ്യക്തമായിട്ട് കാണാമല്ലോ. അപ്പൊ ഈ മാല എലിനിക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ഓക്കെ, അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്യാം. അതിന്റെ ചെറിയൊരു ഹെൽപ്പ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഈ മാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ മാല എടുത്തു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും കള്ള എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോയാൽ, സോറി ഞാൻ കള്ളനല്ല, കള്ളന്റെ ഒരു ഡ്യൂപ്പ് പോക്കറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തേക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതെന്തായാലും എം ടി ആണല്ലോ അല്ലേ? ഇതിന്റെ ബാക്കിലൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്ന് ബോഡിയിലോട്ട് ചേർത്തൊന്ന് പിടിച്ചു വെച്ചിരിക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കള്ള ഇത് കൊണ്ടുപോയി എന്നിരിക്കട്ടെ, നമ്മളിപ്പോ ചെന്നിട്ട് കള്ളം വീട്ടിൽ പോയി ഇത് എടുക്കുകയാണ്. നോർമലി ഇങ്ങനെ പോക്കറ്റ് കൈയിട്ട് എടുക്കൂലേ? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും സംഭവിക്കത്തില്ല. എന്ത് സംഭവിക്കും? ശരിക്കും പറഞ്ഞാല് അപ്രത്യക്ഷമാവും. ഇത് അപ്രത്യക്ഷമാവെന്ന് മാത്രമല്ല, ഇത് തിരിച്ച് എന്റെ അടുത്തേക്ക് വരും. ഒന്ന് കാണിക്കാം അത് എവിടെ? അതൊന്ന് തിരിച്ച് കാണിച്ചേ. അയ്യോ, അത് കളിക്കും. ഓക്കെ, ഇതല്ല ശരിക്കും എന്റെ ആക്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ആക്ട് ചെയ്യാൻ പോവുകയാണ്. എലീന റെഡിയാണ്? ഓക്കെ, അപ്പൊ എലീന റെഡിയാണ്. സിമ്പിൾ ഒരു പെർഫോമൻസ് ആണ്. ഇപ്പൊ എന്റെ കയ്യിൽ 3 എൻവലപ്പ് കാണാം. ക്ലിയർ ആണ്. ഇതിനകത്ത് എന്താണെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? പിന്നെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. കാരണം എനിക്കറിയാലോ. ഓക്കെ, എനിക്കറിയാം ഇത് ജഡ്ജസിന്റെ ഫോട്ടോസ് ആണെന്ന്, അല്ല നമ്മുടെ സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് ആണ്. പക്ഷെ ഞാൻ ആരോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് എലീന അറിയരുത്. ഓക്കെ, അറിയില്ലല്ലോ. പോട്ടെ, എന്തായാലും ഒരു കാര്യം ചെയ്യൂ. എന്റെ സൗണ്ട് കേൾക്കാമല്ലോ. അപ്പൊ എന്റെ സൗണ്ട് കേട്ടിട്ട് അതിനനുസരിച്ച് ഞാൻ പറയുന്നത് പോലെ ഒന്ന് പ്രവർത്തിക്കാമോ? ഞാൻ ചെയ്യണം. അതെ, ഇതിന്റെ സെന്ററിലേക്ക് ഒന്ന് വരാമോ? സെന്ററിലേക്ക് വന്ന് വളരെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇത് 3 എൻവലപ്പുകൾ വളരെ കൃത്യമായിട്ട് കാണാം. ഇതില് ആദ്യം റൈറ്റ് ഹാൻഡ് ഒന്ന് മുകളിലേക്ക് ഉയർത്തി ഫസ്റ്റ് ഫിംഗർ മാത്രം മുകളിലേക്ക്. എന്റെ ഏതിലെങ്കിലും ഒന്നില് ഏതിലെങ്കിലും ഒന്നില് ടച്ച് ചെയ്യുക. ഓക്കെ, ടച്ച് ചെയ്തോ? എല്ലാരും ഈ റൈറ്റ് ആയിരിക്കും എല്ലാ ആക്ടിവിറ്റിയും ചെയ്യുന്നത് കൊടുക്കുന്നൊക്കെ. അപ്പൊ ഞാനൊന്നും മാറി ലെഫ്റ്റ് തന്നു. അപ്പൊ എനിക്ക് തന്നത് ഇടത് കൈ കൊണ്ട് തരികയായിരുന്നു. അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും എപ്പോഴും റൈറ്റിൽ നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ് സൈക്കോളജിയിൽ പറയാം. അപ്പൊ എന്തായാലും എനിക്കിത് കിട്ടി.
ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എലിനയുടെ മനസ്സ് വായിച്ച് ഇതിനകത്ത് ആരാണെന്ന് പറയാൻ പോകുകയാണ്. റെഡിയാണോ? വേണ്ട. അയ്യോ, വേറെ കേസുണ്ട്, അതിന് അറിയാമോ ഇതിനകത്ത് എന്താണെന്ന്? അല്ല, ഞാൻ അറിയാമോ? അതില്ല. പിന്നെ ഞാൻ ഇങ്ങനെ മനസ്സ് വായിക്കും. മനസ്സിലുണ്ടെങ്കിലല്ലേ മനസ്സ് വായിക്കാൻ പറ്റൂ. ഞാൻ പക്ഷെ ആരെയും ചിന്തിച്ചിട്ടില്ലല്ലോ. അയ്യോ, അത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഇതില് എന്താണ്, ഇതെങ്ങനെ പറയുന്നത്. ഇപ്പൊ അതും ഡ്രോപ്പ് ചെയ്തില്ല, കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്തെന്ന് കയ്യിൽ വെച്ചിട്ടേ. ഇപ്പൊ ഇതുവരെ ആരും കൈ അടിച്ചില്ല. ഇത്രയും നേരം നടന്നില്ല, ഒരു കൈയടിയും കിട്ടിയില്ല. അബദ്ധം പറ്റി കഴിഞ്ഞാല് ഞാൻ മാജിക് നിർത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇത്രയും നല്ലൊരു വേദി വെച്ച് നിർത്താൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഒരു കാര്യം ചെയ്യാമോ, അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കാണിക്കാമോ? അതിനകത്ത് എന്താണ്, ആരുടെ ഫോട്ടോ ആണ് ഉള്ളതെന്ന് എല്ലാവരും ഒന്ന് കാണിക്കാമോ? റെഡി, 1 2 എന്റെ മനസ്സാകെ ഇത് നോക്കാമോ? ഇതായിരുന്നു എന്റെ പ്രവചനം. അപ്പൊ ഇത് രണ്ടിലും പക്രു ചേട്ടൻ തന്നെ ഉണ്ടായിരിക്കും എന്നാണോ ഡൗട്ട്? ആണോ? അപ്പൊ അതുകൊണ്ട് അതുപോലെ ഓപ്പൺ ചെയ്ത് കാണിക്കണം കേട്ടോ. എങ്കിൽ ഞാനിത് വലിച്ചു കയറി നോക്കും. എല്ലാം വലിച്ചു കയറി നോക്കുക, കാരണം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അല്ലെന്നേ കണ്ടോ, ഞാൻ റൈറ്റിലെടുത്ത് വെച്ച് ചേട്ടനായിരുന്നു. ആയിരിക്കുമല്ലോ, ഉറപ്പാണല്ലോ. അത് ശരി. എപ്പിസോഡിൽ ഞാൻ ആദ്യം പറഞ്ഞ കറക്റ്റ് ആയില്ലേ? കിനിട്ടോ എന്നെ തേച്ചു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഈ ഫോട്ടോസ് നിങ്ങൾക്ക് തന്നെ തന്നോട്ടെ. ഓക്കെ, ശരിക്കും ഈ ഫോട്ടോസ് ഇവിടെ തന്നിട്ട് എലീനയ്ക്ക് ഒരു ഫോട്ടോ തന്നില്ലെങ്കിൽ അതും ഒരു വിഷമാവത്തില്ലേ? അപ്പൊ എന്തായാലും മജീഷ്യൻ അടിപൊളിയായിരുന്നു. നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം അവരെത്രത്തോളം എക്സൈറ്റഡ് ആയെന്നുള്ളത്. അത് ശരിക്കും ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു നമുക്ക്. അതാണ് ഫസ്റ്റ്. ഭയങ്കര പ്ലസന്റ് ആണ്, ചിരി ഭയങ്കര ക്യൂട്ടാണ്. നിങ്ങൾ അവിടുന്ന് വന്ന വരവിൽ തന്നെ ഇരിക്കുന്ന ഓഡിയൻസിനെ പിടിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട്. പിന്നെ മാജിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് എനിക്ക് പൊക്കി പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ അറിയുന്നതിൻ്റെ 7 ഇലക്കത്ത് നമുക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട്. പക്ഷെ ഉഗ്രം പ്രസന്റേഷൻ, ഗംഭീരം. താങ്ക് യു പക്രു ചേട്ടാ. പേരിൽ തന്നെ മായയുള്ള മായാജാലക്കാരൻ. അതെ, മുഴുവൻ പേരെന്താ? മണികണ്ഠൻ. മണികണ്ഠൻ. എന്തായാലും നല്ല രസമുണ്ടാണ്. ഓരോ എന്താ പറയുക, നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും അതുപോലെ തന്നെ നല്ല കൈയടക്കത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഇപ്പം തന്നെ ഓഫ് കോഴ്സ് ഈ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് അത്ര ചെറിയ സംഭവമല്ല. ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒരു മാജിക്കിലൂടെ ഒരു ഫോട്ടോ തരാനുക, അത് തിരിഞ്ഞു നിൽക്കുമ്പം ടീഷർട്ടേ കാണുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക, വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. എന്തായാലും ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കലാലോകത്ത് മണികണ്ഠന് കഴിയട്ടെ. എല്ലാ ആശംസകളും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. തിരിച്ചേട്ടാ, മണികണ്ഠനെ കണ്ടിട്ടേ കൊണ്ടുപോയി വളർത്താൻ തോന്നുന്നു. സത്യമായിട്ടാണ് നമുക്ക് ഈ ചില പൂച്ചക്കുട്ടികളൊക്കെ കാണുന്ന പോലെ ക്യൂട്ട്, ഭയങ്കര ക്യൂട്ട്. ഈ സാധാരണ മ്യൂജിഷ്യൻസിന്റെ ഹൊറർ മാജിക് ഉണ്ട്, അല്ലെങ്കിൽ പ്ലസന്റ് ആയിട്ടുള്ള. പക്ഷെ ഇതൊന്നും അല്ലാത്ത താങ്കളുടേതായ ഒരു സംഭവം. അതായത് സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ കൂടുതലുണ്ട്. നമ്മൾ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്, പെട്ടെന്ന് ക്ലോസ് ആവുന്നുണ്ട്. ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും ഈ ക്യൂട്ട് ആയിട്ടുള്ളൊരു പേഴ്സണിനും ഇത്രയും നല്ല എന്താ പറയുക അടിപൊളി പെർഫോമൻസ് ചെയ്ത താങ്കൾക്ക് ഞങ്ങളുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ് തരാൻ പോവാണ്. ചിരിച്ചേടാ, പ്ലീസ് ജോയിൻ us. ലണ്ടൻ ക്ലാസിക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം, അതോടൊപ്പം തന്നെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന മറ്റൊരു കില്ലൻ സമ്മാനം. ഞങ്ങൾ ഇത്ര എക്സൈറ്റഡ് ആക്കി അത്ഭുതകരമാക്കി ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ മജീഷ്യൻ പോവാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഒരു ചെറിയ ബ്രേക്കിന് പോയിട്ട് വേഗം തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. ഹലോ, ഇതാരേത്? പട്ടി അടക്കണ പോലെയാണല്ലോ വന്നിരിക്കണേ. എത്ര കൂടിയിട്ട് കൊളസ്ട്രോൾ ഇങ്ങോട്ട് കുറയുന്നില്ല. എടോ, രാവിലെ എഴുന്നിട്ട് നന്നായിട്ട് ഓടണം, അല്ലെങ്കിൽ നടക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും ഓടിക്കണം. അതൊക്കെ എന്നെ കണ്ടുപിടിക്കുന്നേ. ഞാൻ രാവിലെ എവിടെ പോയാലും
പ്രഭാതത്തിൽ പേപ്പറുമായിട്ടേ വരത്തുള്ളൂ. പേപ്പർ വായിച്ചാൽ ഇങ്ങനെ അങ്ങ് ഇരിക്കും. എന്നാലും രാവിലെ കൃത്യമായിട്ട് പത്രം വായിക്കുന്നുണ്ടല്ലേ? അതെ അതെ അതെ, നമുക്ക് ശീലമായി പോയിടും. ആണല്ലേ? ഇതാണോ ബാഹുലേന്റെ തൊഴിൽ വാർത്ത? അല്ല, ആർക്കും ശല്യമല്ലല്ലോ. അവിടെ നടക്കുന്ന പെൺകുട്ടികളെ ഇതോട് കാണുകയും ചെയ്യാം, എനിക്ക് വാർത്തയും വായിക്കാമല്ലോ. അതിനുവേണ്ടി അതിനെ പരിപാടി. താമസമല്ലോ. വേറൊന്നും പറയണ്ട മച്ചാനെ, രാവിലെ കൊച്ചുമോന്റെ ഡൂക്ക് കൊടുത്തിട്ട് ബീച്ച് വഴി ഒരു കറക്കം നടത്തി. ഏതാ കൊച്ചുമോന്റെ ഡൂക്ക് എന്നാന്നറിയാവോ? ചെയിൻ തെറ്റിയ സൈക്കിള്. എന്നാ പറഞ്ഞാലും കൃത്യമായിട്ട് രാവിലെ വായി നോക്കാൻ വരും കേട്ടോ. ബ്രോ അത് മാത്രം പറയില്ല, എന്റെ ഭാനുമതി പോയതിനു ശേഷം ഇന്ന് വരെ ഞാൻ ഒരു പെണ്ണുങ്ങളുടെ കണ്ണിൽ പോലും നോക്കിട്ട് അറിയാമോ ബ്രോ? അല്ല, അപ്പൊ രണ്ടാമത് കെട്ടിയതോ ഒന്നാ സുമതി. അവള് മറ്റേ എന്റെ ഭാര്യയുടെ ഗർഭം എടുക്കാൻ വന്ന വയറ്റാറ്റല്ലേ. ഭാനുമതി പോയപ്പോ ഞാൻ സുമതിയെ കല്യാണം കഴിച്ചു. ഞങ്ങളുടെ ജീവിതം അങ്ങ് പുഷ്പിച്ച് 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 വന്നപ്പോ അവളെ ഈശ്വരൻ അങ്ങ് കൊണ്ടുപോയി ബ്രോ. അല്ലല്ലോ അങ്ങനെ കണ്ണുള്ളപ്പം കണ്ണിന്റെ കാഴ്ച അറിയില്ലല്ലോ. നല്ലവരെയൊക്കെ ഈശ്വരൻ അങ്ങ് മേലോട്ട് കൊണ്ടുപോകും. മേളിരിക്കുന്ന ഈശ്വരൻ, മേളിരിക്കുന്ന ഈശ്വരനല്ല, കറവക്കാരൻ അണ്ണാച്ചി ഈശ്വരൻ. അവൻ എന്റെ പശുവിനെ കറക്കാൻ വന്ന് കറക്കി എന്റെ ഭാര്യയെ കറക്കൊണ്ടല്ലേ പോയത്. പശുവിനെ കറക്കാൻ വന്നപ്പോ ഭാര്യയെ കറക്കിക്കൊണ്ട് പോയെന്ന്. ഇത് ശിഷ്ടകാലം ഒരു 10-20 വയസ്സായ പ്രായമുള്ള ഒരു പെൺകുട്ടിയും കല്യാണം കഴിച്ച് സുഖം മാറ്റി എനിക്ക് അങ്ങ് ജീവിക്കണം. കഷ്ടകാലായിരിക്കും. അല്ല അതെന്തിനാ? എനിക്കില്ലേ ബ്രോ വികാരവും വിചാരങ്ങളൊക്കെ? എന്റെ വികാരവും ഞാൻ മാറ്റുന്നുണ്ട് ബ്രോ. ദൈവം അനുഗ്രഹിക്കും ബാപ്പു. മനസ്സിലായി. രാവിലെ പിള്ളേരെ കാണാൻ പാർക്കി ഇറങ്ങിയത്. രാവിലെ ഞങ്ങള് വ്യായാമത്തിനാണ്. എനിക്കറിഞ്ഞൂടെ ഇത് കായികാഭ്യാസമല്ല നയനാഭ്യാസമാണ്. ബാബുരായോ എന്തോ മക്കളൊക്കെ അമേരിക്കയിലല്ലേ? 2 പേരാ. ആണല്ലേ? മക്കളൊക്കെ എന്തെങ്കിലും തരുവോ? മൂത്തവനൊന്നും തരില്ല, പക്ഷെ ഇളയവൻ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോ തരണമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഒഴിഞ്ഞങ്ങ് മാറും. എന്നാലും ഇളയവൻ നോക്കൂ. നോക്കും ഒറ്റ നോട്ടം നോക്കിയാൽ മതി. നിന്ന് മൂത്രം ഒഴിച്ചു ഏരിയയിലോട്ട് പോലും പോകത്തില്ല. 2 ദിവസം പാടെ എന്റെ ഒരു 200 രൂപ മേടിച്ചായിരുന്നു. ആര്? ഈ തന്നെ. ഞാനോ? എപ്പാ കീറിയാൻ പറ്റുമോ? ഞാൻ ഓർക്കുന്നില്ല. മറന്നു, എനിക്കറിയില്ല. നീ തമാശ പറയല്ലേ, ഞാൻ മേടിച്ച കൊടുക്കുന്നവനാ. ഓർക്കുന്നില്ല നീ? ഇല്ല ഇല്ല ഇല്ല. അതെ, നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ നമ്മുടെ കൂടെ പഠിച്ചൊരു മല്ലികേന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? അരപ്പാവാട ഇട്ട് പുറകെ കുത്തുന്ന ബ്ലൗസൊക്കെ വെച്ച് മുടി ഇങ്ങനെ പിന്നിട്ട് അതിൽ പൂവൊക്കെ വെച്ച് കൺമുമ്പിൽ ഇപ്പോഴും നിൽക്കുക. ഞാൻ എന്തുമാത്രം പുറകെ നടന്നതാ, അതൊന്നും മറന്നിട്ടില്ല. 55 വർഷം മുമ്പുള്ള കാര്യം നീ ഓർത്തു. 2 ദിവസം മുമ്പ് മേടിച്ച പൈസ നീ വലിച്ചങ്ങ് വിട്ടാ. എന്നാ പണിയാ ഓർമ്മക്കുറവുണ്ട്. കിട്ടുമ്പോൾ തരും. കണ്ടില്ലേ കണ്ടില്ലേ വെണ്ണിൻ സൈന്യം കണ്ടില്ലേ, കാമൻ നൽകും വില്ലും അമ്പും കണ്ണിലേന്തി. കണ്ടില്ലേ കണ്ടില്ലേ വെണ്ണിൻ സൈന്യം കണ്ടില്ലേ, തേനിൽ മുക്കും വാളൊന്ന് നാവിൽ ഏന്തി. എടി ഇന്ദു എടി സിന്ധു, ഇന്ദു സിന്ധു ബിന്ദു മഞ്ജു ഞങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചാൽ നഷ്ടം എന്തടി അച്ഛാമ്മേ. ഇത്രയും കാലം നമ്മൾ ഈ പാർക്കിൽ വന്നിട്ട് ആ ഒരു കൊച്ചിന്റെ ആരെങ്കിലും ഒരാളെ കൊച്ചിന്റെ ഒരു നമ്പർ പോലും വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ മേടിച്ചത് നടക്കാത്ത കാര്യം ബ്രോ. നടക്കുന്ന കാര്യമാണ്. ഞാൻ മേടിച്ചു തന്നിരിക്കും. ആ ഉണ്ട്. എന്നാ പോയിട്ടോ. ഒരു കാര്യം ചെയ്യും, എന്റെ ഫോൺ പിടിച്ചു ബ്രോ, ഞാൻ വിളിക്കും. അവിടെ ചെന്ന് വിളിക്കാം. ആയിക്കോട്ടെ, ഓക്കെ. നമ്പർ ഒപ്പിച്ചോണ്ട് വരണം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശ്വാസം ആവണം. വിശ്വാസ വടിയൊന്നും പിടിക്കാൻ സ്മാർട്ടായിട്ട് പോവാം. കിടുക്ക എന്റെ കൊച്ചുമക്കൾ പോലും അപ്പൂപ്പാന്ന് വിളിച്ചിട്ടില്ല. എടാ ഈ തലയൊക്കെ നിറച്ചിട്ടുണ്ട്. ഹൃദയം ഇപ്പോഴും 17 വയസ്സാ. പക്ഷെ നെഞ്ച് ധരിച്ചിട്ടുണ്ട്. നെഞ്ച് മാത്രമല്ല. മക്കളെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. വളരെ സന്തോഷം. അയ്യോ, ഇത് പുതിയ ആളാണ്. പുതിയ ആളാ? ഇവിടെ വന്ന് ഇങ്ങനെ കണ്ടിട്ടില്ല. എന്താ മോടെ പേര്? അഞ്ജന.
അഞ്ജന കണ്ണെഴുതി ഞാൻ കണ്ണെഴുതിയിട്ടില്ല. താലി ചാത്തി എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൂപ്പ. അറപുരവാതിലിൽ ഞാൻ കാത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ ചെവിക്കല്ല് നോക്കി ഞങ്ങൾ അടിച്ചിരിക്കും. അയ്യോ 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 അയ്യോ. നടപടിയുള്ള കേസ് കേട്ടല്ല ഞാൻ ചെല്ലാം. നോക്കട്ടെ. ജുറാസിക് പാർക്കിലെ ചെള്ളു പോണ പോലെ. എക്സ്ക്യൂസ് മീ. ഹായ്. ഹായ്. നമ്മൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ചാറ്റ് ചെയ്യുന്ന മനു വർമ്മ നിങ്ങളാണോ? ഞാനാണ്. ഈ അപ്പൂപ്പനോ? ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നു, ഗോവ മേളയ്ക്ക് കൊണ്ടുപോകാം എന്നും പറഞ്ഞ്. ഈ പ്രായം വെച്ച് നോക്കുമ്പോഴേ ഗോവാമേളക്കല്ല പോണ്ടേ, കുംഭമേളക്കാ പോണ്ടേ. എനിക്ക് വല്ല മെസ്സേജ് ഇനി അയച്ചാ ഞാൻ പോലീസിൽ പഠിപ്പിക്കും. പറഞ്ഞേക്കാലോ ഇടിച്ചു. മെസ്സേജ് അല്ലേ അയച്ച, മിസൈലൊന്നും അല്ലല്ലോ ഇത്ര ദേഷ്യപ്പെടാനായിട്ട്. നമ്പർ വാങ്ങിച്ചോണ്ടോ? അതെ, മറ്റൊന്നും തോന്നണ്ട. പ്രായത്തിന്റെ ഒരു 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 കുന്തിൽപ്പാട്ടം കണ്ടാൽ മതി. ആ നിൽക്കുന്ന ചുമല ടീഷർട്ടുകാരനെ കണ്ടോ? കണ്ടു. പുള്ളിക്ക് വലിവാ. കാശിനാണോ? കാശിനല്ല, ഈ ശ്വാസത്തിന് ഭയങ്കര വലിവാ. അപ്പൊ മരുന്നെടുത്തിട്ടില്ല. മരുന്നെടുത്താൽ കുഴഞ്ഞവിടെ വീഴും. നിങ്ങൾ പോകുന്നുണ്ടോ? ഇല്ല, ഞങ്ങള് പോകുന്ന കാര്യമല്ല, ഫോണുണ്ടോ? കുത്തിപ്പിടിക്കുന്ന ഫോണുണ്ടോ? ആ ഉണ്ടെങ്കിൽ മരുമോനെ ഒന്ന് വിളിച്ച് പറയാനാ. മരുമോളും മരുമോനും ഒക്കെ കാറെ കൊണ്ട് തരും മരുന്ന്. ഒന്ന് വിളിക്കാനാ. ആ ഫോൺ നമ്പർ പറഞ്ഞേ. അല്ല പറഞ്ഞത് അവരുടെ മരുമോളുടെ നമ്പർ. മരുമോളുടെ നമ്പർ എനിക്കറിയാം. ഞാൻ വിളിക്കാം. ഹലോ, ആ മരുന്ന് കൊണ്ട് വരുവോ? എന്നാ വരുന്നു? അല്ല മരുന്ന്, വലിവിന്റെ മരുന്ന് കൊണ്ടെങ്കിൽ വരണമെന്ന. ഓടാ, നീ എന്നാ വരുന്ന നീ പറഞ്ഞ? അല്ല വലിക്കുന്ന മരുന്നേ, അതെ നമുക്ക് വലിക്കണമല്ലോ. ആ ശരി ശരി, ഞാൻ വരാം. അപ്പം മരുന്ന് കൊണ്ടുവരും. വെച്ചോ, സന്തോഷം. അന്നാണ് നിങ്ങൾ നടക്കട്ടെ. ആയിക്കോട്ടെ. ആർക്കാ വലിവ്? ഞാൻ ഫോൺ ചെയ്യുമ്പോൾ നീ ഫോൺ എടുത്ത് പറയണ്ടേ? പെമ്പിള്ളർ നീ നമ്പർ വാങ്ങിച്ച അത് പറ. നമ്പരോ ഇങ്ങോട്ട് നോക്കാം. 908070221110. ഈ പാർക്ക് വന്നിട്ട് കാര്യം എന്താണ്? ചെലവുണ്ട് കേട്ടോ. സോറിടാ, ഞാൻ പ്രസവിക്കട്ടെ, നിനക്ക് ഉറപ്പായിട്ട് ഞാൻ ചെലവ് ചെയ്യും. 3-4 പെണ്ണ് കാണൽ നടന്നു. ഇതുവരെ ഉള്ള കല്യാണം ആയില്ലല്ലോ. ഇതാ നീ കൂടുതൽ സംസാരിക്കല്ലേ. എന്നെ പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു. എന്റെ അപ്പൻ കെട്ടിച്ചു കൊടുത്തില്ല, അതിന്റെ ചുരുക്കം. അതിന്റെ അപ്പ എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞതാ, തലയ്ക്ക് സ്ഥിരത ഇല്ലാത്ത എന്റെ മോളെ പോലെ തന്നെ ഒരാൾ വേണോ. സുനിത വിളിക്കണേ, ഞാൻ നോക്കട്ടെ. അയ്യോ സോറി അപ്പൂപ്പ. അപ്പൂപ്പൻ വർഗീസ് അപ്പൂപ്പനല്ലേ? അതെ. എന്നെ മനസ്സിലായ? ഇല്ല. ഞാൻ തെക്കേപ്പാടത്ത് ദിവാകരന്റെ മോൻ പ്രവീണ്. എനിക്ക് മനസ്സിലായില്ല. ഇല്ലേ? എന്റെ കണ്ണിന് ശകലം കാഴ്ച കുറവാടാവേ. ഡോക്ടറെ കാണിച്ചില്ലേ? ഡോക്ടറെ കാണിച്ചു പറഞ്ഞു കണ്ണട വെച്ചാൽ കാഴ്ച കിട്ടും, പ്രശ്നം മാറും എന്ന് പറഞ്ഞു. കണ്ണട വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും പറഞ്ഞു. കണ്ണട വെച്ചാൽ മനസ്സിലാകും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കണമല്ലോ. തെക്കേപ്പാടത്തെ ദിവാകരന്റെ മോൻ പ്രവീണ്. നീ ഏതാണ്ടി? എന്താണ് നീ അവിടെ പോയ കാരണവന്മാരുമായിട്ട് വെറുതെ കയറി കോർത്തത്? അപ്പൂപ്പാന്ന് വിളിച്ചിട്ട് പോയത്. പയ്യൂക്കിന്റെ ബലത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോട് ചോദിക്കാറുണ്ട്. അത് ശരി, എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങളുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന്. ആരാത്? ആ വിശ്വരൂപത്തിന് ഞങ്ങൾ ഇപ്പോൾ ഇട്ടേക്കുന്ന പേര് എന്ത് പേര്? നരസിംഹം. അയ്യേ, എന്റെ പൊന്ന് കാരണന്മാരെ, കയ്യൂക്കും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്ക് നിങ്ങളെക്കാളും നല്ല ആരോഗ്യം, ഞങ്ങൾ ചെറുപ്പമാണ്. എന്റെ പൊന്നു മോനെ, ഞങ്ങളുടെ നിങ്ങൾ ബലത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ വലിയ ആളെന്ന് നോക്കണ്ട. ഞങ്ങളോട് എങ്കിൽ ബലാബല ഒരു പരീക്ഷണം നടത്താം. ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങള് ഒരു 20 എണ്ണം എന്തുവാ ഉച്ചപ്പ് 20 എണ്ണം അടി. 20 എണ്ണോ? ഈ നിൽക്കുന്ന പ്രശാന്ത് ഉണ്ടല്ലോ, ഒറ്റടിക്ക് 200 പുഷപ്പ് എടുക്കും അല്ലേ? ഒരുമാതിരി വൃത്തിയോട് പറയരുത്. 200 പുഷപ്പാ? നീ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്നല്ലോ. പിന്നെ അതൊക്കെ പണ്ട്. നീ മിണ്ടാരി. അവർ 20 പറഞ്ഞ ഞാൻ പറഞ്ഞ് കയറ്റി വെച്ചിട്ടുണ്ട്. 200 അടിയാളിയാ. നിനക്ക് പറയാം, നീ എഴുതാ. നീ അടിയാളിയാ.
ബാഹുലേയൻ 100 എടുക്കും. കൈകാര്യം വന്നതിൽ ഏത് ബാഹുലേ വില കളയരുത്. ഞാൻ കാണിക്കും. അയ്യോ ഞാൻ പറഞ്ഞല്ലേ അത് വെച്ചല്ലേ ഈ കാർന്ന് ഒരു 100 ഉണ്ടാവും. അത് കാണണം. വിളിച്ചിട്ടേ കേട്ടാ ഇങ്ങനല്ല പുഷപ്പ്. 1 2 3 4 എത്രാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? 10 വരെ പഠിച്ചു. 10 11 നിന്റെ ഡേറ്റ് ഓഫ് ബർത്തോ? 1998 99 ഇത് പറ്റുമല്ല, ഇത് നടക്കുമല്ല. നിങ്ങൾ ഉടായ്പ കാണിച്ച കേസാണ് ആ ഉടായ്പ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യ്. എന്നാ വേറെ കാര്യം, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള മത്സരം. പഞ്ച് പിടിക്കാനുണ്ടോ? പഞ്ചഗുസ്തി മത്സരത്തിൽ തുടർച്ചയായി 5 വർഷം ചാമ്പ്യൻഷിപ്പ് കപ്പെടുത്ത ആളാ ഈ നിൽക്കുന്നത്. നീ അങ്ങോട്ട് നോക്കിയേ. പഞ്ച പിടിക്കാം. ഞാനല്ല പിന്നെ ഇവിടെ ഒരു കുഴപ്പമില്ല. ശരപഞ്ചരത്തിലെ ജയനാണ്. മക്കളെ നിന്റെ പേരെന്തോന്നടാ? രതീഷ്. രതീഷ്, നീ എവിടെ താമസിക്കണം? ഞാൻ പുളിയറക്കോണം. പുള്ളിയറക്കോണത്ത് ആരമോണ്ട? നീ ഞാൻ ചന്ദ്രന്റെ മോനാ. ഇവിടെ മറ്റേ 6 വർഷം ജയിലിൽ കിടക്കുന്ന ചന്ദ്രൻ. അത് തന്നെ. ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ചന്ദ്രൻ അത് തന്നെ. ആ സമയത്തല്ലേ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്? കളിക്കാൻ ഞാനൊന്ന് മുട്ടി നോക്കണ്ട. ഞാൻ നമ്പർ വാങ്ങിക്കാം. മുട്ടി നോക്കാം. മുട്ടേ. എക്സ്ക്യൂസ് മീ. തന്നെയാണോ? യെസ്. എന്താ എന്താ ഭവതിയുടെ പേര്? സുന്ദരി. സുന്ദരി. നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി കതിരില ചൂടി. വിരോധം ഇല്ലെങ്കിൽ ഫോൺ നമ്പറും തരൂ. എന്റെ പിന്നെ തരാലോ. അല്ല എന്തിനാ നമ്പർ? അല്ല വയസ്സാം കാലത്ത് വീടിന്റെ ഏതെങ്കിലും കോലായിൽ വെള്ളമടിച്ച് ഫിറ്റായി പുതപ്പിനടി കിടക്കുമ്പോ ഒന്ന് ഫോൺ ചെയ്യാനും ഒന്ന് മെസ്സേജ് ഇടാനും വല്ലപ്പോഴും കുട്ടിക്ക് റീചാർജ് ചെയ്യാനും നമ്പറും തരൂ. പിന്നെന്താ നോട്ട് ചെയ്തോ? പിന്നെന്താ നോട്ട് ചെയ്യല്ലോ. പറഞ്ഞോളൂ. 1 1 1 2 2. ബാക്കി പറയൂ. ഫാൻസി നമ്പർ അത്രേ ഉള്ളൂ. അത്രേ ഉള്ള രീതിയിൽ വിളിച്ചാ കിട്ടുവോ? പിന്നെ ഭേഷായിട്ട് കിട്ടും. കിട്ടുവോ? ഉറപ്പ്? പിന്നെന്താ കിട്ടും. പിന്നെ ഇപ്പൊ എല്ലാ ബസ്സിൽ അടിക്കേണ്ടിയിരുന്നത് കുറച്ചുകൂടി നേരത്തെ പറഞ്ഞമായിരുന്നു. അപ്പൊ അവിടെ മത്സരം നടന്നു. അപ്പൊ ബസ്സിൽ അടിക്കേണ്ടിയിരുന്നത്. അല്ല ഈ ബസ്സിൽ അതിനുള്ളതല്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിലൊരു മാച്ച് നടക്കണം. എന്തോ മാച്ച്? അത് ഈ പാർക്കിലൊക്കെ വരുന്ന പെൺകുട്ടികളെ ഇങ്ങനെ വളഞ്ഞു പിടിച്ചിട്ട് ഫോൺ നമ്പർ കാണുന്ന കുറെ കളവന്മാരുണ്ട്. അവർക്കുള്ള ഒരു ചെറിയൊരു മാച്ച്, അതിനുള്ള ബസ്സിലാണ് ഇത്. ഇത് പിങ്ക് പോലീസാണ്. മാസ്റ്റേഴ്സ് വീണ്ടും വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് ഐറ്റങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും പുതിയ എപ്പിസോഡുകളുമായിട്ട്. അപ്പൊ അടുത്ത ദിവസം കാണാം അല്ലേ? ഓക്കെ ബൈ. ഗുഡ് നൈറ്റ് മാസ്റ്റേഴ്സ്. Good night. Costume courtesy for Nadir Shah. London classic casual shirts. Costume courtesy for Guinness Pakru. Max. Costume courtesy for Elena. Ladies Planet. Jewelry courtesy for Elena. Ladies Planet Rental Jewelry.